കൂട്ടുകാരെ, നമ്മൾ യൂട്യൂബിൽ ഒരു പുതിയ പരമ്പര ആരംഭിക്കുകയാണ്. കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ സീരീസ്. ആദ്യ എപ്പിസോഡിൽ സ്കൂട്ടറിന്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളുടെ കൂട്ടത്തിലെ നിത്യഹരിത നായകനാണല്ലോ വെസ്പ സ്കൂട്ടർ. ഇറ്റലിയിലെ പിയാജിയോ കമ്പനി പുറത്തിറക്കിയ വെസ്പ എന്ന ഇരുചക്ര വാഹനമാണ് ലോകത്തിലെ ആദ്യത്തെ സ്കൂട്ടർ. സ്കൂട്ടർ എന്ന ആശയം ലോകത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഈ കമ്പനി തന്നെ. ആദ്യകാലത്ത് സ്കൂട്ടറിന് ഇരിക്കാൻ സീറ്റുകൾ ഉണ്ടായിരുന്നില്ല. രണ്ട് ചക്രങ്ങൾക്കിടയിൽ ഉറപ്പിച്ച ഒരു പ്ലാറ്റ്ഫോം, മുന്നിലൊരു ഹാൻഡിൽ, അതിൽ കയറി നിന്ന് ഹാൻഡിൽ പിടിച്ച് ഓടിച്ചു പോകണം. അന്ന് പുറത്തിറക്കിയ സ്കൂട്ടറിന്റെ ഏറ്റവും കൂടിയ വേഗം എത്രയാണെന്നറിയാമോ? മണിക്കൂറിൽ 55 കിലോമീറ്റർ. പിയാജിയോ കമ്പനിയിലെ എഞ്ചിനീയർ ആയിരുന്ന ഡി അസ്കാനിസയോ ആണ് ആദ്യമായി സ്കൂട്ടർ ഉണ്ടാക്കിയത്. 1946 ഇത്. 1953 കമ്പനി വൻതോതിലുള്ള സ്കൂട്ടർ നിർമ്മാണം തുടങ്ങി. അതോടെ ഇറ്റലിയിലെ ഏറ്റവും ജനപ്രീതി നേടിയ സ്വകാര്യ വാഹനമായി സ്കൂട്ടർ. പിന്നീട് ലോകമെങ്ങും പ്രചാരം നേടിയ സ്കൂട്ടറിന്റെ വൻ വിജയത്തിന് ഒരു ഹോളിവുഡ് സിനിമയും കാരണമായിട്ടുണ്ട്. ഓഡ്രി ഹെപ്ബേണും ഗ്രിഗറി പെക്കും ചേർന്ന് അഭിനയിച്ച റോബിൻ ഹോളിഡേ എന്ന ചിത്രമാണത്. അതിൽ ഈ താരങ്ങൾ സ്കൂട്ടറിൽ നഗരം ചുറ്റി കറങ്ങുന്ന മനോഹരമായ രംഗങ്ങൾ ഒരു ഫാഷൻ തരംഗം തന്നെ സൃഷ്ടിച്ചു.